ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വീക്ക് ഡേ വ്ളോഗാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ സൂംബക്ക് പോയതാണ്. ഇപ്പോൾ ഒരു 3 ആഴ്ചത്തോളമായിട്ട് ഞാൻ സൂംബക്ക് പോയിട്ട് ഇക്ക നാട്ടിൽ പോയ പിന്നെ ഞാൻ പോയിട്ടില്ല. ഇതിപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് വീക്സ് ആണ് ഞാൻ പോയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുക്കിങ്ങും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ സൂംബയൊക്കെ കഴിഞ്ഞ് വന്നു. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ലഞ്ചിന് അത്യാവശ്യം തലേദിവസത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസത്തെ മോരുകറി, മീൻകറി, കോവയ്ക്ക തോരൻ, വഴുതനങ്ങ ചമ്മന്തി, പിന്നെ ഇൻസ്റ്റന്റ് മാങ്ങാച്ചാറ്, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലഞ്ചിന്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറുണ്ടല്ലോ, കൊച്ചിക്കാരുടെയൊക്കെ സ്പെഷ്യലാണ് ഇറച്ചിച്ചോറ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈല് ഡിണ്ടിഗൽ ബിരിയാണി എന്നും പറയാം. കാരണം ഏകദേശം ഈ ഒരു രീതിയിലാണ് കേട്ടോ തമിഴ്നാട് സ്റ്റൈല് ഈ ഒരു ഞാൻ പറഞ്ഞ ബിരിയാണി. അപ്പോൾ ഏതാണ് കറക്റ്റ് പേരെന്നൊന്നും അറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഒരു 1 പോട്ട് ഡിഷൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അതിനായിട്ട് ആദ്യം 1 കിലോ ബീഫാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ആ ബീഫ് കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും ഒഴിക്കുക കേട്ടോ, കാരണം നമുക്ക് റൈസിലേക്കും ബീഫിൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പാൻ വെച്ചതിന് ശേഷം ഗീയും ഓയിലും മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒനിയനും ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. 1 കിലോ ബീഫാണെങ്കിൽ 1 സവാള മതി. നമ്മൾ ബീഫ് കറി ഒക്കെ വെക്കുന്ന പോലെ ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയിലും പുതിനയിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു 6-7 ഷാലറ്റ്സ് വേണം, ചെറിയുള്ളി അതൊന്ന് ചതച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഒരെണ്ണമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ 2 സവാള ആണെങ്കിൽ 1 തക്കാളി, അങ്ങനെ 2 എണ്ണത്തിന്റെ ആവശ്യമില്ല, 2ഉം ഓരോന്ന് തന്നെ മതിയാവും. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഗരം മസാല, കുറച്ച് തൈര്, ഉപ്പ്, ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ വേവിച്ച ബീഫ് മാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ബീഫിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കുക കേട്ടോ. അപ്പൊ അതിലേക്ക് ബീഫിന്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ, കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. ജീരകശാല റൈസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇറച്ചിച്ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മുടെ റേഷൻ അരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തായാലും ബിരിയാണി ആണ്, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഈ ഒരു ജീരകശാല റൈസ് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അരി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ദമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇറച്ചിച്ചോറിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറും പിന്നെ മസാല ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി കൂടെ കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 4 പേരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ സേമിയ പായസം. അപ്പൊ എന്തായാലും കുറേ ദിവസമായി ഹാസിമും ഹംദാനൊക്കെ പുറകെ കിടക്കുന്ന പായസം എന്നും പറഞ്ഞിട്ട്. ഇനി ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സാലഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുക്കുംബർ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം തൈരും ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ സാലഡ് റെഡിയാക്കിയത്. പിന്നെ നമ്മുടെ അച്ചാറൊക്കെ ആയിട്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പിള്ളേർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഹാസിമിനെ പ്ലേ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് കേട്ടോ പോകാൻ വിചാരിച്ചേക്കുന്നത്. ഇക്ക നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്, വെളുപ്പിനാണ് ഫ്ലൈറ്റ്. അപ്പോൾ ആൾക്ക് ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും റിസൾട്ടിൻ്റെ അന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ആൾ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് കേട്ടോ പോയത്. അപ്പം ഗ്രാൻഡിൽ ഹാസിമിനെയൊക്കെ ആയിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആളെ പ്ലേ സ്കൂളിൽ നിന്ന് വിളിച്ച് ഗ്രാൻഡിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളൊന്ന് പാർക്കിലേക്ക് ഇറങ്ങി.
അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഒരുപാട് ചൂടുമില്ല, ഒരുപാട് തണുപ്പുമില്ല, പിന്നെ നല്ല കാറ്റുമാണ് കേട്ടോ വൈകുന്നേരം. അങ്ങനെ ആള് സൈക്കിൾ ഓട്ടിയാണ് കേട്ടോ ഇന്ന് പ്ലേ സ്കൂളിൽ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ നേരം പാർക്കിൽ അങ്ങനെ സൈക്കിളും കൊണ്ട് കളിച്ചു. പിക്കപ്പ് പോണോണ്ട് തന്നെ ഞാൻ ഇന്ന് ഇത്തിരി നേരത്തെയാണ് കേട്ടോ വിട്ടത്. അപ്പൊ നേരത്തെ തന്നെ വീട്ടിൽ കയറ്റാലോ എന്ന് വിചാരിച്ചു. ഒരു 8 മണിയോടുകൂടി ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രാവിലെ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പകല് നല്ല കൂടുതലാണ്. ഒരു 4:45 കഴിയുമ്പോൾ തന്നെ നല്ല വെട്ടം വെക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഫുഡൊക്കെ റെഡിയാക്കാന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പൊ തലേദിവസം തന്നെ ചിക്കനൊക്കെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തു. പിന്നെ കുറച്ച് ഒനിയനും ചിക്കനും ക്രീമൊക്കെ ആയിട്ട് ചെറിയൊരു മസാല റെഡിയാക്കി. പിന്നെ ഫ്രോസൺ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തേക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചപ്പാത്തി ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മയണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അത് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ മസാല വെച്ചിട്ട് റോൾ ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. ഇക്ക പോയ ഈ ഒരു ദിവസം മാത്രമേ പിള്ളേർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു വീക്ക് ഓൺലൈനായിരുന്നു. ഓൺലൈൻ ക്ലാസ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണെന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ കുട്ടികൾ രാവിലെ കുറച്ച് കഷ്ടപ്പെട്ടാലും മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ആ ഒരു റുട്ടീനിലും ഓർഡറിലും അവർ കാര്യങ്ങൾ ചെയ്തോളും. ഇതിപ്പോൾ വീട്ടിലാണെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പീരീഡ് ആണെങ്കിൽ കയറാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ശരിക്കും നമുക്ക് എക്സ്ട്രാ പണി തന്നെയാണ്. അത് മാത്രമല്ല സ്കൂളിൽ പോകുന്നതിനേക്കാളും ഡബിൾ വിശപ്പായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. വീടാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിച്ചണിൽ വന്നും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഒരു ശീലം. എല്ലാ അമ്മമാരും ഇത് തന്നെയാണ് കേട്ടോ ഫേസ് ചെയ്യുന്ന. കുറേ പേര് എന്നോട് പറയുകയും ചെയ്തു. ഞാനും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കുബൂസിലോ ടോട്ടില്ല റാപ്പിലോ ഏതിൽ വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് വയറും ഫില്ലാവും. അപ്പോൾ ഇപ്പം കഴിക്കാനായിട്ടും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 എണ്ണം വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തേക്കുള്ള ലഞ്ച് ബോക്സ്. അങ്ങനെ പിറ്റേ ദിവസം മക്കളെയൊക്കെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങളൊന്ന് കരാമയ്ക്ക് പോകാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ബുർജുമാൻ മാളിൻ്റെ അകത്ത് ഒരു ഷോപ്പിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് 2 സെറ്റിന്. അപ്പോൾ അതെന്തായാലും ഒന്ന് പോയി നോക്കാന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും ഇല്ലല്ലോ. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയിട്ട് രാവിലെ ഇറങ്ങാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ അറിയുന്നത് ഇനി നാളെ തുടങ്ങി ഓൺലൈൻ ക്ലാസ് ആണെന്ന്. അപ്പോൾ ഓൺലൈൻ ആണെങ്കിലും മംതാനും ആറുനും ക്ലാസ്സിൽ ഇരുന്നോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങാന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെ എത്തി. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വൈകുന്നേരം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരാന്നുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഹാസിമിനെയും വൈകുന്നേരം വന്നിട്ട് പ്ലേ സ്കൂളിൽ വിടാലോ. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രണ്ടുപേരും ഓൺലൈൻ ക്ലാസ്സിലാണ്. ഞാൻ പോരുന്ന സമയത്ത് ഫുഡൊക്കെ അത്യാവശ്യം റെഡിയാക്കി ടേബിളിൽ 2 പേർക്കുള്ളത് സെപ്പറേറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കരാമയിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. ദുബായിൽ നിന്ന് അത്യാവശ്യം ഒരു 1/4 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബുർജുമാൻ മാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോപ്പ് എവിടെയെന്ന് അറിയില്ലായിരുന്നു. നമ്മളൊരു റീൽസ് കണ്ടിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ എവിടെ നോക്കിയാലും ടോയ്സിന്റെ ഷോപ്പാണ്. ഇവിടുന്ന് മക്കളെ ഇറക്കി കൊണ്ടുവരാന്നുള്ളത് നല്ലൊരു പണിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രോക്കറി ഒക്കെ ഉള്ള ഷോപ്പിലെത്തി. 2 സെറ്റിനായിരുന്നു കേട്ടോ ഓഫർ. ഒരെണ്ണം ഒരു സൂപ്പ് പോട്ടായിരുന്നു, ഈ കാണുന്ന ആ ഫ്ലവർ ഉള്ള ടൈപ്പ്. അതിന് 99 ദിർഹംസ് കേട്ടോ 3 എണ്ണത്തിന്. അത് കുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സർവ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതും 3 സെറാമിക് കോട്ടിംഗ് ഉള്ള പാത്രവും കൂടിയാണ് കേട്ടോ വാങ്ങിയത്. അത് 199 ദിർഹംസ്. നല്ല ഓഫർ പ്രൈസ് ആണ്, നല്ല വെർത്താണ് കേട്ടോ ഈ ഒരു റേറ്റിന്. അങ്ങനെ അതൊക്കെ വാങ്ങി. ഖരാമയിൽ തന്നെയുള്ള ഡേ ടു ഡേ ഭയങ്കര ഫേമസ് ആണല്ലോ. ഒരു 6 ഫ്ലോർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോന്നിനും ഓരോ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ചെടികളുടെ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. കുട്ടികളുടെ ടോയ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് ഇഷ്ടം പോലെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾക്കൊക്കെ കുറച്ച് ടോയ്സും പിന്നെ അതേപോലെ കിച്ചണിലേക്കുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി. അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ വൈൽഡ് റേഞ്ച് റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ നിന്ന് ബിരിയാണി അതേപോലെ മീൽസും കാര്യങ്ങളൊക്കെ വാങ്ങി. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 3:30 ആയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേനും പിള്ളേർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഞാൻ വിളിക്കൂട്ടോ. കാരണം എന്താ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹാറൂൻ്റെ കാര്യങ്ങൾ ഹംദാനെയും ഹംദാൻ്റെ കാര്യങ്ങൾ ഹാറൂനെയും ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ എന്തായാലും ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്. ഈ ചെറിയ ഐറ്റംസ് എല്ലാം 1 to 10 ഷോപ്പിൽ നിന്നാണ്. വലിയ സെറ്റുകൾ മാത്രമാണ് കേട്ടോ ഞാൻ ആ ഒരു ഓഫർ പ്രൈസിന് ബുർജുമാൻ മാളിൽ നിന്ന് വാങ്ങിയത്. എൻ്റെ ടീ ഗ്ലാസ് ഒക്കെ അത്യാവശ്യം മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഒരു 3 എണ്ണത്തിൻ്റെ 2 സെറ്റ് എടുത്തു, ബ്ലാക്കും വൈറ്റും. ഇതൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കുറച്ച് ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ജഗ് കാണുന്നത് 5 ദിറംസ് ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സ്പൂൺ ഹോൾഡറുകൾ 2 എണ്ണം ഒരേപോലത്തെ വാങ്ങി. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മൂടിയായിട്ട് ആ ഒരു ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ദോശപ്പാൻ എൻ്റെ അത്യാവശ്യം മോശമായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി വേറെ ഒരെണ്ണം എടുത്തു. ഈ ഒരു ബോക്സ് വാങ്ങിക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ 1 ദിറംസ് ഉള്ളൂ കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് സ്പൂണുകളും ഒക്കെ ഇട്ട് വെക്കാം. സ്പൂണുകൾ ചെറുതാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഒരു ഭംഗി തോന്നി 1 ദിറംസ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 എണ്ണത്തിന്റെ സെറ്റ് 12 ദിറംസ്. അതിൽ ഒരെണ്ണത്തിൽ ഉപ്പിട്ട് വെക്കാം, അതേപോലെ വെളിച്ചെണ്ണയുടെയും ഒരു സെറ്റ്. ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര സൈസ് ഉണ്ട്, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. പിന്നെ നമ്മുടെ ചായ ഉണ്ടാക്കുന്ന ഗ്ലാസ് പോട്ട് ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ 1 to 10 ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ ഒരു സൂപ്പ് ബൗൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഒരു കവർ ചെയ്തിരിക്കുന്ന സംഭവം. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് ഇതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കിച്ചൺ അത്യാവശ്യം മിസ്സായിട്ടുണ്ട് കേട്ടോ. ഞാൻ നോമ്പിന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും മുകളിലുള്ള തട്ടിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രില്ലിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളും ചാർക്കോള്, അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ പൂച്ച ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറേ ഫുഡ് ഐറ്റംസ്, അങ്ങനെ നമ്മുടെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. കളയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ക്ലീനിങ്ങിനും അത്യാവശ്യം മോശമായിട്ടുള്ള കുറേ ഷെൽഫുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഐറ്റംസ് ആണെങ്കിലും പുതിയത് വാങ്ങിയതല്ലേ, അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും ഞാൻ നല്ല ടയേർഡാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പോൾ അവർ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് ഒരു രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഒരു 6:30 മണിയോടുകൂടി ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ താഴെയുള്ള 3 ഷെൽഫുകളാണ് കേട്ടോ നമ്മുടെ ഒനിയനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഒനിയനൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ വലിയൊരു ബോക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാൻ മാറ്റിയിട്ട് ഈ ചെറിയ ഫ്രിഡ്ജിൽ വെക്കുന്ന ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി സവാള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ക്ലീൻ ആക്കിയത് ഏറ്റവും ടോപ്പാണ് കേട്ടോ. ഈ ഒരു ഷെൽഫുകളുടെയൊക്കെ ഏറ്റവും മോൾ ഭാഗത്തിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ കൊള്ളൂലാതായിട്ടുള്ള സ്പൂൺ ഹോൾഡർ. അത് മാറ്റി അതിലുണ്ടായിരുന്നത് ഈ ഒരു 2 എണ്ണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ എൻ്റെ കുക്കിംഗ് റേഞ്ചിൻ്റെ ബാക്ക് വശം നല്ല വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ജിഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിഫും സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് ഉരച്ചിട്ടേക്കുവാണ് കേട്ടോ, സോപ്പൊക്കെ ഇട്ടിട്ട്. നമ്മുടെ വാള്, വാഷിംഗ് ബേസൺ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ജിഫ്. ഇതും സോപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഉരച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും. അങ്ങനെ ദേ ക്ലീൻ ആക്കിയ ഷെൽഫുകളുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് കേട്ടോ കംപ്ലീറ്റ് ക്ലീനിങ് കഴിഞ്ഞത്. പിന്നെ ഒഴിവാക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ കവറിലൊക്കെ ആക്കി കിച്ചണിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ഞാൻ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് താഴെ വെള്ളം പോകാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകി കളയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഫുൾ സെറ്റാക്കി എടുത്തിട്ട കിച്ചൺ. എന്തായാലും അൽഹംദുലില്ലാ ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. എന്നിട്ട് പുതിയ ഐറ്റംസ് എല്ലാം ഞാൻ കൗണ്ടർ ടോപ്പിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. ചില പാത്രങ്ങളൊക്കെ അത്യാവശ്യം മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ഞാനതൊന്നും കളയാതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് സംഭവം ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഹാങ് ചെയ്യാന്നാട്ടോ വിചാരിച്ചത്. 5 ദിർഹംസ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഡ് ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ടീ ഗ്ലാസ്സുകൾ കുറേ നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കാതെ ഇരിക്കുന്ന കുറേ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ സൈസ് തന്നെയാണ് കേട്ടോ, ഭയങ്കര സൈസുള്ള ടീ ജാറുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാൾ ഇരുന്നത് നമ്മൾ ഉപയോഗിക്കില്ല, ആർക്കും കൊടുക്കില്ല.
അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ കിച്ചണിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുതിയ സംഭവങ്ങളെല്ലാം അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഫ്ലവർ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഹാങ് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് അത് കാണാനായിട്ട്. വൈറ്റിൽ ആ ഒരു റെഡ് ഫ്ലവർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങൾ 2 ഡേ ടു ഡേയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കരാമയെ തന്നെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു 1 to 10 ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവിടെയാണ് എല്ലാത്തിനും 5 dirhams, 3.99, 4.99 ആ ഒരു റേറ്റിനാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും കിട്ടുന്നത്. എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക സന്തോഷമാണ്. മാത്രമല്ല എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം സെറ്റാക്കിയത്. അപ്പോൾ ഒരു ഡബിൾ സന്തോഷമായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയ ബുർജുമാൻ മാളിൽ നിന്ന് ഓഫറിന് വാങ്ങിയ പാത്രം. അതിൻ്റെ 3 സെറ്റ് 3 സൈസിൻ്റെ കേട്ടോ. ഈ ഷെൽഫുകളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രത്യേക ഒരു സന്തോഷവും സമാധാനമാണ്. മെയ് ലാസ്റ്റ് വരെ ഓഫറും കാര്യങ്ങളും ഉണ്ട്. ലൈഫ് സ്മൈൽ എന്നാണ് കേട്ടോ ആ ഒരു ഷോപ്പിൻ്റെ പേര്. ബുർജുമാൻ മാളിലാണ്. അപ്പോൾ ഓഫർ പ്രൈസ് ഉള്ളത് മാത്രം ഹോം ഡെലിവറി ഇല്ല കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റെസിപ്പീസും കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.